ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാരേ ജായെങ്കി എന്ന് പറയുന്ന കവിതയാണ് കേട്ടോ. മാരേ ജായെങ്കി എന്ന് വെച്ചാൽ കൊല്ലപ്പെടും എന്നാണ്. ജോ ഇസ് പാഗൽപൻ മേ ഷാമിൽ നെഹി ഹോങ്കെ മാരേ ജായെങ്കി. ആരാണോ ഈ പാഗൽപൻ, അതായത് ഈ ക്രേസിനെസ്, ഈ ഭ്രാന്തിൽ പങ്കെടുക്കാത്തത് അല്ലെങ്കിൽ ഭാഗമാകാത്തത്, ഷാമിൽ ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭാഗമാവുക എന്നുള്ളതാണ്. അപ്പോൾ ജോ ഇസ് പാഗൽപൻ മേ ഷാമിൽ നെഹി ഹോങ്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ പങ്കെടുക്കാത്തവര്, ഈ ഒരു വിഭ്രാന്തി കാണിക്കാത്തവര് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാത്തവര് കൊല്ലപ്പെടും. മാരേ ജായെങ്കി. കട്ഘരെ മേ ഖഡേ കർ ദിയെ ജായെങ്കെ ജോ വിരോധ് മേ ബോലെങ്കെ ജോ സച്ച് സച്ച് ബോലെങ്കെ മാരേ ജായെങ്കെ. അതായത് ആരാണോ ഇതിനെ എതിർക്കുന്നത്, എതിര് പറയുന്നത്, അവരിനെ കട്ഘരെ മേ ഖഡേ കർ ദിയെ ജായെങ്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിനെ ജയിലിലാക്കും. ജോ സച്ച് സച്ച് ബോലെങ്കെ മാരേ ജായെങ്കെ. എതിർക്കുന്നവരെ ജയിലിലാക്കും, സത്യം പറയുന്നവരെ കൊന്നുകളയും, അവർ കൊല്ലപ്പെടും. ബർദാശ്ത് നഹി കിയാ ജായേഗാ കി കിസി കി കമീസ് ഹോ ഉൻകി കമീസ് സെ ജ്യാദാ സഫേദ്. അവരുടെ ക്ലോത്ത്സിനേക്കാളും മറ്റൊരാളുടെ ക്ലോത്ത് വെളുത്തിരിക്കുന്നത് അവർക്ക് ബർദാശ്ത് നഹി കിയാ ജായേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. ദഖേൽ ദിയെ ജായെങ്കെ കലാ കി ദുനിയ സെ ബാഹർ ജോ ചാരൺ നഹി ജോ ഗുൻ നഹി ഗായെങ്കെ മാരേ ജായെങ്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ, അവർ ഗുൻഗാൻ ഗാനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്തുതി പാടി ഇങ്ങനെ നടക്കാത്ത ആളുകളെ വലിച്ചഴിക്കപ്പെടും. ദഖേൽ ദിയാ ജാനാന്ന് വെച്ചാൽ അതാണ്, വലിച്ചഴക്കപ്പെടും. കലാ കി ദുനിയ സെ ബാഹർ, കലയുടെ ലോകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചഴക്കപ്പെടും അവരെ സപ്പോർട്ട് ചെയ്യാത്തവര്. അപ്പൊ ഇത് ആരെയാണ്, എന്താണ് എന്നൊക്കെ ഈ ജസ്റ്റ് ഇതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാട്ടോ. ധർമ്മ കി ധ്വജ ഉഠായെ ജോ നഹി ജായെങ്കെ ജുലൂസ് മേ ഗോലിയാ ഭൂൻ ഡാലെങ്കെ ഉन्हें काफिर करार दिए जाएंगे. धर्म की ध्वजा उठाए जो नहीं जाएंगे जुलूस में गोलियां भून डालेगी उन्हें काफिर करार दिए जाएंगे. ധർമ്മം എന്ന് വെച്ചാൽ മതം. ആ മതത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച്, ധ്വജ എന്ന് പറഞ്ഞ കൊടിയാണ്, കൊടി ഉയർത്തിപ്പിടിച്ചിട്ട്, പതാക ഉയർത്തി പിടിച്ചിട്ട്, ജോ നെഹി ജായെങ്കെ ജുലൂസ് മേ, ഘോഷയാത്രയ്ക്ക് പോവാത്ത ആളുകളാണെങ്കിൽ, ഗോലിയ ഭൂൻ ഡാലേഗി ഉൻഹെ എന്ന് വെച്ചാല് അവര് ഭൂൻ ഡാൽന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അതിന് അർത്ഥം വേറെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെല്ലാം വെടികൊണ്ട് മരിക്കും, അതായത് അവരെ വെടിവെച്ച് കൊല്ലും. കാഫിർ കരാർ ദിയെ ജായെങ്കെ, അവരെ കാഫിർ എന്ന് വിളിക്കപ്പെടും. കാഫിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തിനോട് നന്ദിയില്ലാത്ത, അല്ലെങ്കിൽ എത്തീസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെ അവരുദ്ദേശിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തെ പുകഴ്ത്തി പാടാത്ത അങ്ങനത്തെ ആളുകളാണ്. അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെടും. സബ്സെ ബഡാ അപരാധ് ഹൈ ഇസ് സമയ് നിഹത്തെ ഓർ നിരപരാധ് ഹോന ജോ അപരാധി നെഹി ഹോങ്കെ മാരേ ജായെങ്കെ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഏറ്റവും വലിയ അപരാധം, ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നിഹത്തെ. നിഹത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെപ്പൻസ് ഒന്നും ഇല്ലാതെ നിരായുധരായിട്ട് നിൽക്കുക. ഓർ നിരപരാധ് ഹോന, നിരപരാധികളായിട്ടിരിക്കുക. ജോ അപരാധി നെഹി ഹോങ്കെ മാരേ ജായെങ്കെ. ആരാണോ തെറ്റ് ചെയ്യാത്തവര്, അവരാണ്, നിരപരാധിയായ ആളുകളാണ് കൊല്ലപ്പെടുക എന്നാണ് പറയുന്നത്. അപ്പം മതം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു സമ്മറി വേറെ എഴുതിയിട്ടുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും കൂടെ പറയാട്ടോ. यह कविता समाज में व्याप्त भय, उत्पीड़न और असहमति के खिलाफ आवाज उठाने की चेतावनी देती है. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവിത സമൂഹത്തില് സ്പ്രെഡായിട്ടുള്ള, വ്യാപ്തി എന്ന് വെച്ചാൽ സ്പ്രെഡായിട്ടുള്ള ഉത്പീഡൻ ഓർ അസഹമതി, ഉത്പീഡനങ്ങളും അതുപോലെ തന്നെ അസഹമതി എന്ന് വെച്ചാൽ ഡിസഗ്രിമെന്റ്സ് के खिलाफ आवाज उठाने की चेतावनी देती है. ചേതാവനി എന്ന് വെച്ചാൽ വാർണിംഗ് എന്നാണ്. അപ്പം ഈ സമൂഹത്തിൽ ഇപ്പോൾ സ്പ്രെഡായി കിടക്കുന്ന ഉത്പീഡനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഡിസഗ്രിമെന്റ്സിനെതിരെയൊക്കെ നമ്മൾ ശബ്ദം ഉയർത്തണം എന്നുള്ള ഒരു വാർണിംഗ് ആണ് ഈ ഒരു കവിത തരുന്നത്. इसमें बताया गया है कि जो लोग इस पागलपन का विरोध करेंगे या सच बोलेंगे उन्हें गंभीर പരിണാമോ കാ സാമന കർണ പടേഗ. ഈ ഒരു കവിതയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെയാണോ ഈ ഒരു ക്രേസി ആയിട്ടുള്ള കാര്യത്തിൽ
വിരോധം പ്രകടിപ്പിക്കുന്നത്, അതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ സത്യം പറയുന്നത് ഉന്നെ ഗംഭീർ പരിണാമോ കാ സാമന കർണ പടേഗ. അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള റിസൾട്ടാണ്, പരിണാമമാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. സാമന കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. कविता में यह भी कहा गया है कि सही और सच्चे विचार रखने वालों को कटघरे में खड़ा किया जाएगा और कला की दुनिया से बाहर धकेला जाएगा. കവിതയിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? സഹി ഓർ സച്ചേ വിചാർ രഖ്നെ വാലോക്കോ, അതായത് സത്യം പറയുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളെ കട്ഘരെ മേ ഖടാ കിയാ ജായേഗ, അവരെ ഇംപ്രിസൺ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ജയിലിലാക്കും. ഓർ കലാ കി ദുനിയ സെ ബാഹർ ധക്കേലാ ജായേഗ, അവരെ കലയുടെ ലോകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചഴയ്ക്കും. ധാർമ്മിക് കട്ടർത കെ ഖിലാഫ് ജോ ലോഗ് ആവാസ് ഉഠായെങ്കെ ഉൻഹെ ബി നിശാന ബനായ ജായേഗ. ധാർമ്മിക് കട്ടർത എന്ന് വെച്ച് കഴിഞ്ഞാൽ മതഭ്രാന്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആരൊക്കെയാണോ ശബ്ദമുയർത്തുന്നത് അവരെയും നിശാന ബനായ ജായക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും ഉന്നം വെച്ചിട്ടുള്ള ഇങ്ങനത്തെ അതിക്രമങ്ങൾ ഉണ്ടായിരിക്കും. കുൽ മിലാക്കർ യഹ് കവിത ഉസ് സമയ की सामाजिक स्थिति को उजागर करती है जहां निहत्थे और निरपराध होना सबसे बड़ा अपराध बन गया है और इस संदेश के माध्यम से यह दर्शाती है कि असहमति के लिए कीमत चुकानी पड़ सकती है. इसमें एक गहरी आलोचना है उन शक्तियों की जो स्वतंत्र विचारों और कलात्मक अभिव्यक्तियों को बर्दाश्त नहीं करती. അപ്പം कुल मिलाकर यह कविता उस समय की सामाजिक स्थिति को उजागर करती है എന്ന് വെച്ചാൽ कुल मिलाकर എന്ന് വെച്ചാൽ ആസ് എ ഹോൾ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യഹ് കവിത ഉസ് സമയ കി സാമാജിക് സ്ഥിതി കോ ഉജാഗർ കർത്തി ഹെ, ആ സമയത്തെ സാമൂഹിക അവസ്ഥയാണ് കാണിക്കുന്നത്. ജഹാ നിഹത്തെ ഓർ നിരപരാധ് ഹോന സബ്സെ ബഡാ അപരാധ് ബൻ ഗയാ ഹെ, എപ്പോഴാണോ ഏതൊരു സമൂഹത്തിലാണോ നിഹത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരായുധരായിട്ട് അതുപോലെ തന്നെ നിരപരാധികളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപരാധമായിട്ട് മാറുന്നത്. ഓർ ഇസ് സന്ദേശ് കെ മാധ്യം സെ യഹ് ദർശാത്തി ഹെ, ഈ ഒരു സന്ദേശം വഴി ദർശാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പിക്റ്റ് ചെയ്യുക, കാണിക്കുക. കി असहमति के लिए कीमत चुकानी पड़ सकती है. ഡിസഗ്രിമെന്റ്, അസഹമതി എന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെന്റ് ആണ്. ഡിസഗ്രിമെന്റ് കാരണം പലപ്പോഴും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. കീമത്ത് ചുക്കാന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇസ്മേ एक गहरी आलोचना है उन शक्तियों की. ആലോചന എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശനാണ്. इसमें एक गहरी आलोचना है उन शक्तियों की जो स्वतंत्र विचारों और कलात्मक अभिव्यक्तियों को बर्दाश्त नहीं करती. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകളും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അഭിവ്യക്തികളും ഉള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരം ചിന്തകളെ ബർദാഷ് നെഹി കർ സക്തി എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണ് ഈ ഒരു കവിത എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മതഭ്രാന്തും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഡിസഗ്രിമെന്റ്സും അങ്ങനെ ഡിസഗ്രി ചെയ്യണ സമയത്ത് അവർക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.